ഹലോ ക്ലാസ്. നമ്മൾ ഇതിനു മുമ്പ് ഉള്ള ക്ലാസ്സുകളിൽ കണ്ടത് OLS എസ്റ്റിമേറ്റേഴ്സിൻ്റെ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു. അവിടെ OLS എസ്റ്റിമേറ്റേഴ്സിനെ എങ്ങനെയാണ് സ്ലോപ്പ് ആൻഡ് ഇൻ്റർസെപ്റ്റ് കോഎഫിഷ്യൻറ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അവയ്ക്ക് ഉണ്ടാകുന്ന ചില ന്യൂമറിക്കലായ പ്രോപ്പർട്ടീസും നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസിനെയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിച്ചപ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞപ്പോൾ ചില അസംഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഒരു പെർട്ടിക്കുലർ എസ്റ്റിമേറ്ററിന് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ആ അസംഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. 10 അസംഷനുകൾ നമ്മൾ പഠിച്ചു. ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിൻ്റെ അസംഷൻസ്. സോ ഈ അസംഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് നമ്മുടെ OLS എസ്റ്റിമേറ്റേഴ്സിന് ചില ഫീച്ചേഴ്സ്, ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകുമെന്നാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് OLS എസ്റ്റിമേറ്റേഴ്സിന് അല്ലെങ്കിൽ എസ്റ്റിമേറ്റേഴ്സ് ഐഡിയലായ എസ്റ്റിമേറ്റേഴ്സ് ആകണമെങ്കിൽ അതിനുണ്ടാവേണ്ട ചില പ്രോപ്പർട്ടീസിനെ പറ്റി നമുക്ക് പഠിക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി നമുക്ക് ആദ്യം കാണാം. Statistical properties of estimators. So statistical properties നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഫിനിറ്റ് സാമ്പിൾ പ്രോപ്പർട്ടീസ് ആണ്, അല്ലെങ്കിൽ ഫൈനൈറ്റ് സാമ്പിൾ പ്രോപ്പർട്ടീസ്, സ്മോൾ സാമ്പിൾ പ്രോപ്പർട്ടീസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ സാമ്പിൾ സൈസ് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇവ ഇൻഫിനിറ്റ് സാമ്പിളിനും ആപ്ലിക്കബിൾ ആണ്. എന്നാൽ തിരിച്ചല്ല. ഇൻഫിനിറ്റ് സാമ്പിളിൻ്റെ ചില പ്രോപ്പർട്ടീസ്, സാമ്പിൾസ് കൂടുതൽ എടുക്കും തോറും ഉണ്ടാകുന്ന ചില പ്രോപ്പർട്ടീസ് നമുക്ക് ഫൈനൈറ്റ് സാമ്പിളിന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന എസ്റ്റിമേറ്റേഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അൺബയാസ്ഡ്നെസ് ആണ്. അൺബയാസ്ഡ്നെസ്. ബയസ് എന്ന വാക്ക് ഒരുപക്ഷെ നമുക്ക് ഫെമിലിയർ ആയിരിക്കാം. ബയസ്. സോ അൺബയാസ്ഡ്നെസ് എന്ന പ്രോപ്പർട്ടി പറയുന്നത് നമ്മൾ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനിൽ നിന്ന് നമ്മുടെ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് എത്തി. അതായത് നമ്മുടെ ബീറ്റ ഹാറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ നിന്നാണ് നമ്മൾ പാരാമീറ്ററിനെ പറ്റി ഉള്ള നമ്മുടെ ഇൻഫറൻസിലേക്ക് നമ്മൾ എത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ജനറലൈസ് ചെയ്ത് സാമ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ എല്ലാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ തീറ്റ എന്നാണ്. സാമ്പിൾ ക്യാരക്ടറിസ്റ്റിക്സിനെ തീറ്റ ഹാറ്റ് എന്നും പാരാമീറ്ററിനെ അല്ലെങ്കിൽ പോപ്പുലേഷൻ പാരാമീറ്ററിൻ്റെ പാരാമീറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ തീറ്റ എന്നും വിളിക്കും. ബീറ്റയും ബീറ്റ ഹാറ്റും പോലെ തന്നെ നമ്മൾ ജനറലൈസ് ചെയ്ത് നമ്മുടെ ഇൻ്റർസെപ്റ്റ് ആൻഡ് സ്ലോപ്പ് കോഎഫിഷ്യൻ്റ് മാത്രമല്ല ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ സാമ്പിൾ, അതിനെ നമ്മൾ തീറ്റ ഹാറ്റ് എന്ന് ജനറലൈസ് ചെയ്ത് വിളിക്കുന്നു. പാരാമീറ്ററിൻ്റെ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സിനെ നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ എസ്റ്റിമേറ്ററാണ്. ഈ എസ്റ്റിമേറ്റർ വെച്ചാണ് നമ്മൾ പാരാമീറ്ററിനെ പറ്റിയുള്ള നമ്മുടെ ഇൻഫറൻസിലേക്ക് എത്തുന്നത്. സോ എസ്റ്റിമേറ്റേഴ്സിന് ഒന്നാമത് വേണ്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എക്സ്പെക്ടേഷൻ theta hat is equal to theta. Expectation theta hat is equal to theta, which means the average value or the expected value of sample statistic should be equal to that of the population parameter. It's quite easy to understand. അതായത് നമ്മുടെ സാമ്പിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഈ സാമ്പിളിംഗ് സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ നമ്മുടെ ഈ എസ്റ്റിമേറ്റർ, അതിൻ്റെ വാല്യൂ ഇറ്റ് ഷുഡ് ബി ദി ആവറേജ് ഓഫ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ പോപ്പുലേഷൻ പാരാമീറ്റർ. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. അപ്പോൾ അൺബയസ്ഡ് ആയിരിക്കണം ഒരു എസ്റ്റിമേറ്റർ എങ്കിൽ ഈ പ്രോപ്പർട്ടി ഫുൾഫിൽ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ ആ എസ്റ്റിമേറ്റർ
അൺബയസ്ഡ് ആണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ഈ ഡയഗ്രത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ അൺബയസ്ഡ്നെസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ആദ്യം കാണിച്ചിരിക്കുന്നത് നമ്മുടെ θ1 എന്ന നമ്മുടെ ഒരു ലീനിയർ എസ്റ്റിമേറ്ററിനെയാണ്. ആ ലീനിയർ എസ്റ്റിമേറ്ററിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനാണ് ഈ ആദ്യത്തെ ഡാർക്ക് കർവ് കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഡോട്ടഡ് കർവ് കാണിച്ചിരിക്കുന്നത് മറ്റൊരു ലീനിയർ എസ്റ്റിമേറ്ററിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ കരുതുക, അസ്യൂം ചെയ്യുക, ഇതാണ് പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് കരുതുക. പാരാമീറ്റർ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ഇസ് ഈക്വൽ ടു പാരാമീറ്റർ വരുന്ന സിറ്റുവേഷൻ ഇതാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഡോട്ടഡ് ലൈൻ കാണിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ബയസ്ഡ് ആണ്. വിച്ച് മീൻസ് ഈ എക്സ്പെക്റ്റഡ് വാല്യൂ, ഈ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കിട്ടിയ ഈ എക്സ്പെക്റ്റഡ് വാല്യൂ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ദ പോപ്പുലേഷൻ പാരാമീറ്റർ മ്യൂ, ഈ മ്യൂവിന് ഈക്വൽ അല്ല നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ എസ്റ്റിമേറ്ററിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആവറേജ് വാല്യൂ, which shows that this particular estimator is a biased estimator of this particular statistic. ഈ പറയുന്ന നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഒരു ബയസ്ഡ് ആയ എസ്റ്റിമേറ്റർ ആണ് ഈ ഡോട്ടഡ് ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിരിക്കുന്ന ഒരു ബയസ്ഡ് ആയ എസ്റ്റിമേറ്ററിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അൺബയസ്ഡ്നെസ് പ്രോപ്പർട്ടി പറയുന്നത് എക്സ്പെക്ടേഷൻ θ hat is equal to തീറ്റ എന്നാണ്. ഇത് ഇംപ്ലൈ ചെയ്യുന്നത് എക്സ്പെക്ടേഷൻ θ hat മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത്. ബയസ് എപ്പോഴും 0 ആയിരിക്കും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി മിനിമം വേരിയൻസ്. മിനിമം വേരിയൻസ് ഓഫ് ദി എസ്റ്റിമേറ്റർ. അതിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് വേരിയൻസ് θ hat is equal to expectation θ hat minus expected θ hat ഹോൾ സ്ക്വയർ ആണ്. ഇതാണ് നമ്മുടെ θ ഹാറ്റിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത്. ഈ വേരിയൻസ് ഏറ്റവും മിനിമൽ ആയിരിക്കണം. ഏറ്റവും മിനിമം ആയിരിക്കുന്നതാണ് ഏറ്റവും ഐഡിയലായ പ്രോപ്പർട്ടി. ഏറ്റവും ഐഡിയലായ ഒരു എസ്റ്റിമേറ്ററിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആയിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ഈ ഡയഗ്രത്തിൽ നമുക്ക് 3 ഡിഫറൻറ്റ് എസ്റ്റിമേറ്റേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണാം, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാം. അതിൽ ഇവിടെ നോക്കുക, ഈ ഡിസ്ട്രിബ്യൂഷൻ അവിടെ 2 സൂപ്പർ ഇമ്പോസ് ചെയ്ത 2 ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ 2 എസ്റ്റിമേറ്റേഴ്സിൻ്റെയും ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് അൺബയസ്ഡ് ആണ്. വിച്ച് മീൻസ് അതിൻ്റെ 2ൻ്റെയും എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ 2ൻ്റെയും ആവറേജ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ പാരാമീറ്ററിന് ഈക്വൽ ആണ്. എന്നാൽ ഇത് 2ൽ പീക്ഡ് ആയ ഈ പർട്ടിക്കുലർ വൺ അത് വേരിയൻസ് കുറഞ്ഞ ഡിസ്ട്രിബ്യൂഷനാണ്. അതേസമയം കുറച്ചും കൂടെ ഫ്ലാറ്റായ കർവ് വേരിയൻസ് ഇച്ചിരി കൂടെ കൂടിയ ഡിസ്ട്രിബ്യൂഷനാണ്. ഇതേപോലെ തന്നെ മൂന്നാമത്തേത് ശ്രദ്ധിക്കുക. മൂന്നാമത്തേത് വേരിയൻസ് ഏറ്റവും കുറഞ്ഞതാണ്, എന്നാൽ അത് അൺബയസ്ഡ് അല്ല, ബയസ്ഡ് ആണ്. കാരണം അതിൻ്റെ ആവറേജ് പോപ്പുലേഷൻ പാരാമീറ്ററിൽ നിന്നും മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഏറ്റവും മിനിമം വേരിയൻസ് ഉള്ളത് ഈ പർട്ടിക്കുലർ ഏറ്റവും പീക്ഡ് ആയ ഇതാണെങ്കിലും ഈ പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ഈ എസ്റ്റിമേറ്റർ ആണെങ്കിലും അത് അൺബയസ്ഡ് അല്ല, അത് ബയസ്ഡ് ആയ എസ്റ്റിമേറ്റർ ആണ്. എന്നാൽ ഏറ്റവും മിനിമം വേരിയൻസ് തീർച്ചയായും അതിനാണ്. ഐഡിയൽ ആയ ഒരു എസ്റ്റിമേറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നാമത്തേത് അൺബയസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇത് അൺബയസ്ഡ് ആണ് ഇത് രണ്ടും, എന്നാൽ അതിൻ്റെ വേരിയൻസ് ഇതിനേക്കാളും കൂടുതലാണ്. ബട്ട് സിൻസ് ഇറ്റ് ഈസ് അൺബയസ്ഡ്, ഇതിൽ മിനിമം വേരിയൻസ് ഉള്ളതാണ്, കുറഞ്ഞ വേരിയൻസ് ഉള്ളതിനെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ
രണ്ടാമത്തെ പ്രോപ്പർട്ടിയായ മിനിമം വേരിയൻസ് പ്രോപ്പർട്ടി ഓഫ് ദി എസ്റ്റിമേറ്റർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് അൺബയസ്ഡ് ആയത്, രണ്ടാമത്തേത് മിനിമം വേരിയൻസ് ഉള്ളത്. ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്താണ് ഒരു പ്രോപ്പർട്ടി നമ്മൾ കാണുന്നത്. രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്നു. ബെസ്റ്റ് അൺബയസ്ഡ്. ബെസ്റ്റ് എന്ന വാക്ക് എക്കണോമെട്രിക്സിൽ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേരിയൻസ് കുറഞ്ഞത് എന്നാണ്. ഏറ്റവും മിനിമം വേരിയൻസ് ഉള്ളതിനെയാണ് ഏറ്റവും ബെസ്റ്റായ എസ്റ്റിമേറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ബെസ്റ്റ് അൺബയസ്ഡ് ആയ എസ്റ്റിമേറ്ററാണ് ഒരു ഐഡിയലായ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഇനിയും ഇതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത് OLS എസ്റ്റിമേറ്റേഴ്സിന് ഈ പർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് മൂവ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് കാണേണ്ടതുണ്ട്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലീനിയർ ആണ് എന്നുള്ളതാണ്. ലീനിയറായ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, എസ്റ്റിമേറ്റർ ഷുഡ് ബി എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് sample observations. Linear function of sample observation. ഏറ്റവും നല്ല എക്സാമ്പിൾ അരിത്തമെറ്റിക് മീൻ ആണ്. അരിത്തമെറ്റിക് മീൻ എന്ന എസ്റ്റിമേറ്ററിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, പാർ എക്സ് എടുക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് 1/n സിഗ്മ xi. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതൊരു ലീനിയർ ഫംഗ്ഷൻ. ദിസ് ഇസ് എ ഫ്രാക്ഷൻ, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് xi. സോ അരിത്തമെറ്റിക് മീൻ ഒരു ലീനിയറായ എസ്റ്റിമേറ്റർ ആണ്. സോ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടറിസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ദി എസ്റ്റിമേറ്റർ ഷുഡ് ബി എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ ഒബ്സർവേഷൻ. നാലാമത്തെ പ്രോപ്പർട്ടി മിനിമം mean square error of the estimator. എസ്റ്റിമേറ്ററിൻ്റെ മീൻ സ്ക്വയർ എറർ ഏറ്റവും മിനിമം ആയിരിക്കണം എന്നുള്ളത്. എന്താണ് ഈ മീൻ സ്ക്വയർ എറർ? മീൻ സ്ക്വയർ എറർ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ തീറ്റ hat മൈനസ് തീറ്റ ദി ഹോൾ സ്ക്വയർ ആണ്. എക്സ്പെക്ടേഷൻ തീറ്റ hat മൈനസ് തീറ്റ ദി ഹോൾ സ്ക്വയർ. നൗ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ട മിനിമം വേരിയൻസ് പ്രോപ്പർട്ടിയുമായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് ഒരു പക്ഷേ ഫീൽ ചെയ്യാം. പക്ഷേ ഇത് രണ്ട് കൺസെപ്റ്റ്സ് ആണ്. എന്തുകൊണ്ടാണ് രണ്ട് കൺസെപ്റ്റ്സ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേരിയൻസിൻ്റെ ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. വേരിയൻസ് ഓഫ് തീറ്റ ഹാറ്റ്, ഇത് മീൻ സ്ക്വയർ ഓഫ് തീറ്റ ഹാറ്റ് ആണ്. വേരിയൻസ് ഓഫ് തീറ്റ ഹാറ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് മൈനസ് എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് സ്ക്വയർ. ഇവിടെ ഈ രണ്ടാമത്തെ ടേം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. ദിസ് ഇസ് അഗെയിൻ ഓഫ് ദി സാമ്പിളിംഗ് ആവറേജ്. സാമ്പിൾ ആവറേജിൻ്റെ, അതായത് നമ്മുടെ സാമ്പിളിംഗ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇത് അതല്ല. പോപ്പുലേഷൻ പാരാമീറ്ററിൽ നിന്ന് എത്രമാത്രം മാറി, അതാണ് ഒരു എറർ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ പാരാമീറ്ററിൽ നിന്നും മാറിക്കിടക്കുന്നത് ഡീവിയേഷനാണ്. അതിൻ്റെ സ്ക്വയർ അത് ഏറ്റവും മിനിമം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ബയസ്നെസ്സിനെയും അതേപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട ബയസ്നെസ്സിനെയും അതേപോലെ തന്നെ ഈ വേരിയൻസ് ഓഫ് ദി എസ്റ്റിമേറ്റർ, ഇതിനെ രണ്ടിനെയും കൂടെ സബ്സ്യൂം ചെയ്യുന്നു. എന്ത്? MSE, മീൻ സ്ക്വയർ എറർ എന്ന് പറയുന്നത്. നൗ എങ്ങനെയാണത് സബ്സ്യൂം ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ആൾജിബ്രൈക് ട്രാൻസ്ഫോർമേഷനിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ MSEക്കകത്ത് എങ്ങനെയാണ് വേരിയൻസും ബയസും സബ്സ്യൂം ചെയ്യപ്പെടുന്നതെന്ന്. മീൻ സ്ക്വയർ എറർ ഓഫ് തീറ്റ ഹാറ്റ് എന്ന് പറയുന്നത് നമ്മളവിടെ കണ്ടു. എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് മൈനസ് തീറ്റ ദി ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റിനെ ആഡ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്യുകയാണ് ഇക്വേഷനിൽ. അപ്പോൾ അതിന് എഫക്റ്റ് ഒന്നുമില്ല. കാരണം ഒരേ വേരിയബിളിനെ ആഡ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. നമുക്കറിയാം ഒരു ചെറിയ ആൾജിബ്രൈക് ട്രാൻസ്ഫോർമേഷൻ ആണ് നടത്തുന്നത്. അതായത് എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ്
minus expectation theta hat plus expectation theta hat minus theta the whole squared. അപ്പോൾ ഇത് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ ഈ മൈനസും പ്ലസും കൂടെ വരുമ്പോഴത്തേക്ക് അത് ക്യാൻസൽ ആവും. പിന്നെ ബാക്കിയുള്ളത് തീറ്റ ഹാറ്റ് മൈനസ് തീറ്റ തന്നെയാണ്. ഓക്കെ, നൗ ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുക. ഇതൊരു എ എന്ന് പറയുന്ന ഒരു ടേം ആണിത്. ഇത് ബി എന്ന് പറയുന്നൊരു ടേം ആണ്. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർഡ് എന്ന ഇക്വേഷനാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർഡിൻ്റെ എക്സ്പാൻഷനാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ ഹാറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് തീറ്റ ഹാറ്റ് ദി ഹോൾ സ്ക്വയർഡ്. തീറ്റ ഹാറ്റ് മൈനസ് എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് സ്ക്വയർഡ് പ്ലസ് രണ്ടാമത്തെ ടേം ബി ആണ്. ബി എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് മൈനസ് തീറ്റ സ്ക്വയർഡ് പ്ലസ് അഗെയിൻ 2ab. 2ab എന്ന് പറയുമ്പോൾ എന്താ? 2 എക്സ്പെക്ടേഷൻ 2 തീറ്റ ഹാറ്റ് മൈനസ് എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് into expectation theta hat minus theta. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഒന്നാമത്തെ ടേം, അതായത് എ സ്ക്വയർ. എക്സ്പെക്ടേഷൻ കോമൺ ആയിട്ട് വെളിയിലാണ്. തീറ്റ ഹാറ്റ് മൈനസ് എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് സ്ക്വയർ. സോറി, ഇതിനൊരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ട്, കാരണം എക്സ്പെക്ടേഷൻ കോമൺ ആയിട്ടുള്ളതായതുകൊണ്ട്. ഓക്കെ, നൗ ഫസ്റ്റ് ടേം എ സ്ക്വയർ, ബി സ്ക്വയർ, അതേപോലെ തന്നെ 2ab എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നൗ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, അതായത് തീറ്റ ഹാറ്റ് മൈനസ് എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ വേരിയൻസ് ആയിരുന്നു. വേരിയൻസ്. അതേപോലെ തന്നെ സെക്കൻഡ് ടേം എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് മൈനസ് തീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ തീറ്റ ഹാറ്റ് മൈനസ് തീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ബയസ് ആയിരുന്നു. കാരണം എക്സ്പെക്റ്റഡ് തീറ്റ ഹാറ്റ് മൈനസ് തീറ്റ ആയിരുന്നു ബയസ്. നമ്മൾ ആദ്യത്തെ അൺബയസ്നെസ് പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ കണ്ടത് ഓർക്കുന്നുണ്ടാവും. ഇതായിരുന്നു നമ്മുടെ ബയസ്. ആ ബയസിൻ്റെ സ്ക്വയർ, ബയസ് സ്ക്വയർ. നൗ ഫൈനലി നമ്മുടെ ഈ ടേം 2 ഇൻറ്റു തീറ്റ ഹാറ്റ് മൈനസ്, അപ്പോൾ ഞാൻ ഇതൊന്ന് എഴുതാം ആദ്യം. ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. വേരിയൻസ് ഓഫ് തീറ്റ ഹാറ്റ് ആണ്. പ്ലസ് രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ബയസ് ഓഫ് തീറ്റ ഹാറ്റ് സ്ക്വയർ. ബയസ് ഓഫ് തീറ്റ ഹാറ്റ് സ്ക്വയർ ആണ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത്, സോ ദിസ് ഇസ് മീൻ സ്ക്വയർ എറർ ഓഫ് തീറ്റ ഹാറ്റ്. മീൻ സ്ക്വയർ എറർ ഓഫ് തീറ്റ ഹാറ്റ്. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 2ab എന്ന് പറയുന്ന ഈ ഭാഗം 0 ആണ്. ഈ ടേം എന്തുകൊണ്ടാണ് 0 ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എക്സ്പെക്ടേഷൻ നമുക്കറിയാം ഇതിന് കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്പെക്ടേഷൻ, നമുക്ക് എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് എന്ന് തന്നെ എഴുതാം. അതേപോലെ തന്നെ ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് മൈനസ് തീറ്റ. മൾട്ടിപ്ലൈ നോക്കൂ, ഇതൊരു എ ഇൻറ്റു ബി നമ്മൾ ചെയ്യുകയാണെങ്കിൽ എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് ഇൻറ്റു എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് സ്ക്വയർ ആണ്. അതേപോലെ തന്നെ മൈനസ് എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് ഇൻറ്റു എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് എന്ന് പറയുന്നത് വീണ്ടും എക്സ്പെക്ടേഷൻ തീറ്റ ഹാറ്റ് സ്ക്വയർ ആണ്. അടുത്തത് ഈ ടേമിനെ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു.
അപ്പോൾ മൈനസ് തീറ്റ എക്സ്പെക്റ്റേഷൻ തീറ്റ ഹാറ്റ് ആണ്. അതേപോലെ തന്നെ മൈനസ് എക്സ്പെക്റ്റേഷൻ തീറ്റ ഹാറ്റിനെ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് മൈനസ് മൈനസ് ആയതുകൊണ്ട് പ്ലസ് തീറ്റ എക്സ്പെക്റ്റേഷൻ തീറ്റ ഹാറ്റ് ആണ്. നോക്കൂ, ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് മൈനസ്, ഇത് പ്ലസ്. ഈ ടേംസ് ക്യാൻസൽ ആയി പോയി കഴിയുമ്പോൾ 2 into 0 എന്ന് വരും, വിച്ച് മീൻസ് 0. അപ്പോൾ ഈ പ്രോപ്പർട്ടി ക്ലിയർ ആയെന്ന് കരുതുന്നു. മിനിമം മീൻ സ്ക്വയർ എറർ ഓഫ് ദി എസ്റ്റിമേറ്റർ. ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം കൂടി ഇൻഫർ ചെയ്യാം. മീൻ സ്ക്വയർ എറർ ഓഫ് തീറ്റ ഹാറ്റ് is equal to variance of theta hat plus bias of theta hat square. Now, bias 0 ആണെങ്കിൽ, which means if the estimator is unbiased. Unbiased ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ? മീൻ സ്ക്വയർ എറർ ഓഫ് തീറ്റ ഹാറ്റ് is equal to variance of theta hat. വേരിയൻസും മീൻ സ്ക്വയർ എററും സെയിം ആയിരിക്കും if the estimator is unbiased. ബയസ് 0 ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ഫൈനൈറ്റ് സാമ്പിൾ പ്രോപ്പർട്ടീസ് പഠിച്ചു ഈ എസ്റ്റിമേറ്റേഴ്സിൻ്റെ. ആ ഫൈനൈറ്റ് സാമ്പിൾ പ്രോപ്പർട്ടീസിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ഒന്നാമത്തേത് അൺബയസ്നെസ്, രണ്ടാമത്തേത് മിനിമം വേരിയൻസ്, മൂന്നാമത്തേത് അൺബയസ്ഡ്, മിനിമം വേരിയൻസ്, ലീനിയറിറ്റി. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചു മീൻ സ്ക്വയർ എറർ മിനിമം ആയിരിക്കും. മീൻ സ്ക്വയർ എറർ മിനിമം ആയിരിക്കണം. ഇവിടെ തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ഡെറിവേഷൻ്റെ അവസാനം നമ്മളൊരു കാര്യം കണ്ടു. അൺബയസ്ഡ് അല്ല എങ്കിൽ, ഒരു എസ്റ്റിമേറ്റർ അൺബയസ്ഡ് അല്ല എങ്കിൽ അതിൻ്റെ വേരിയൻസും മീൻ സ്ക്വയർ എററും സെയിം ആയിരിക്കും. സെയിം ആണെങ്കിൽ മിനിമം വേരിയൻസ് എന്ന് പറയുന്നത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ മീൻ സ്ക്വയർ എററും മിനിമം ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസിനെ നമ്മൾ ഒന്ന് അതിൻ്റെ ഒരു അബ്രിവിയേഷൻ നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. വിച്ച് മീൻസ് ഈ മിനിമം വേരിയൻസിനെ നമ്മൾ വിളിച്ചത് ബെസ്റ്റ് എന്ന വാക്കാണ്, ബി. അൺബയസ്നെസ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന യു. ലീനിയറിറ്റിയെ നമ്മൾ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഈ പ്രോപ്പർട്ടീസ് മീൻ സ്ക്വയർ എററിന്റെ കാര്യം ഞാൻ പറഞ്ഞു, മിനിമം വേരിയൻസ് ആണ്. അൺബയസ്ഡ് ആണ് എങ്കിൽ മിനിമം വേരിയൻസ് ഇംപ്ലൈ ചെയ്യുന്നത് മിനിമം മീൻ സ്ക്വയർ എററും ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 3 പ്രോപ്പർട്ടീസിനെ നമ്മൾ BLUE എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റ്. ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റ്. P കാണിക്കുന്നത് മിനിമം വേരിയൻസ്, L കാണിക്കുന്നത് ലീനിയർ, U കാണിക്കുന്നത് അൺബയസ്നെസ്. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസുള്ള എസ്റ്റിമേറ്റേഴ്സിനെ നമ്മൾ ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ഇവിടെ നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്ന തിയറം എന്ന് പറയുന്നത് ഗോസ്-മാർക്കോവ് തിയറമാണ്. ഗോസ്-മാർക്കോവ് തിയറം. ഗോസിനെ പറ്റി നമ്മൾ നേരത്തെ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിനെ പറ്റി പറഞ്ഞപ്പോൾ കാൾ ഫെഡറിക് ഗോസിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ആൻഡ്രെ മാർക്കോവ് ആണ് ഈ പ്രോപ്പർട്ടി, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും. ഗോസ്-മാർക്കോവ് തിയറം 2 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവരാണെങ്കിലും ഇവർ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷനിൽ നിന്നാണ് ഈ തിയറം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തിയറം എന്താ പറയുന്നത്, അത് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഗോസ്-മാർക്കോവ് തിയറം പറയുന്നത് നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച അസംഷൻസ്, ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിൻ്റെ അസംഷൻസ്. ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിൻ്റെ അസംഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യപ്പെടുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കുക, ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിൻ്റെ അസംഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യപ്പെടുകയാണെങ്കിൽ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്സ് അല്ലെങ്കിൽ ലീസ്റ്റ് സ്ക്വയർ estimators are blue if all the assumptions of
classical linear regression model are satisfied. Classical linear regression മോഡലിൻ്റെ അസംഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുകയാണെങ്കിൽ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ് ബ്ലൂ ആയിരിക്കും, വിച്ച് മീൻസ് ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. മറ്റ് പല എസ്റ്റിമേറ്റേഴ്സിനെ പറ്റി നമ്മൾ നേരത്തെ ഒന്ന് കണ്ടിരുന്നു. നമ്മുടെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ GLS എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ GMM എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്. ഈ ലീനിയറായ എസ്റ്റിമേറ്റേഴ്സിൽ, നോൺ ലീനിയറായ എസ്റ്റിമേറ്റേഴ്സിൻ്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്, ലീനിയറായ ഈ ഏത് ടെക്നിക്ക് വെച്ചെടുക്കുന്ന എസ്റ്റിമേറ്റേഴ്സിലും ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് ആയ എസ്റ്റിമേറ്റർ ഏതായിരിക്കും? OLS എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കും, ഇഫ് ഓൾ ദി അസംഷൻസ് ഓഫ് CLRM ആർ സാറ്റിസ്ഫൈഡ്. ഇത് തിയററ്റിക്കൽ സെൻസിൽ നമുക്കിത് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു പ്രാക്ടീസ് നമുക്ക് ഒരു വേരിയബിളിനെയും അല്ലെങ്കിൽ ഒരു മോഡലിനെയും ഈ അസംഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും ഇൻഫിനൈറ്റ് സാമ്പിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ലാർജ് സാമ്പിൾ പ്രോപ്പർട്ടീസ് ഉണ്ട് OLS എസ്റ്റിമേറ്റേഴ്സ്, അല്ലെങ്കിൽ എസ്റ്റിമേറ്റേഴ്സിൻ്റെ ലാർജ് സാമ്പിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എവിടെയാണോ നമ്മൾ അതിനെ എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്നത് അവിടെ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാം. താങ്ക് യു.